2019 ഫോർഡ് ആസ്പയർ മോഡലാണ്. ഫോർഡിൻ്റെ 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഇപ്പം നമ്മൾ നിലവിൽ കിടക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി ഇതാണ്. ഇത് 2014 മോഡൽ വീഡിയോയാണ്. ഡിസൈർ വീഡിയോ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഡീസലാണ്. ഇത് സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്, സെക്കൻഡ് ഓണറാണ്. 2015 മോഡൽ 2015 മോഡൽ i20 ആസ്തയാണ്. ആസ്ത ഓപ്ഷണൽ ടോപ്പാണ്. അതിൻ്റെ ജസ്റ്റ് താഴെ വരുന്ന മോഡൽ ആസ്ത. ഓണർഷിപ്പ് എത്ര? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ സെക്കൻഡ് ഓണർ. 2018 മോഡൽ ഇയോൺ ആണ്. ഇയോൺ ഇറയാണ്. ഓണർഷിപ്പ് എത്ര? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ 37,000 കിലോമീറ്റർ. 2021 ബലെനോ ആണ്. ഡെൽറ്റ സെക്കൻഡ് വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ. 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനകത്ത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ധനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് അയത്തിൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അയത്തിലാണ് ചെയ്തത്. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിയ ഷോപ്പിലാണ്. അതായത് കൊല്ലം അയത്തിൽ കിയ ഷോപ്പിൽ യൂസ്ഡ് വണ്ടികളാണ്. അല്ല പുത്തൻ വണ്ടിയല്ല, യൂസ്ഡ് വണ്ടി. ഇവിടെ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികളാണ്. അപ്പോൾ അത്യാവശ്യം മാർജിനൊക്കെ നല്ലപോലെ താത്തിട്ടിട്ട് കയ്യിലിരിക്കുന്ന പഴയ സ്റ്റോക്കുകൾ, അതായത് ഈ യൂസ്ഡ് വണ്ടി എടുത്ത വണ്ടികളെല്ലാം സ്റ്റോക്ക് തീർക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ വണ്ടികൾ മാന്യമായ വിലയിൽ എടുക്കാൻ താല്പര്യപ്പെടുന്ന പഴയത് ഇടത്തരം വണ്ടികളാണ് എല്ലാം. ഒരുപാടങ്ങ് പഴയതല്ല. അതായത് ഇപ്പോൾ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ബലേനയുണ്ട്, ഞാൻ കണ്ടത് ബലേനയുണ്ട്, കിഡുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള മോഡൽ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. കുറച്ച് വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, ബാക്കി വണ്ടികൾ യാർഡിലാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തമ്പലയും കണ്ടിട്ട് പേടിക്കേണ്ട. തമ്പലയിന് വലിയ ബിൽഡിങ് തമ്പലൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ അത്രയും വിലയുള്ള വണ്ടികളാണെന്ന് പേടിക്കേണ്ട. ഒരുവിധം മാന്യമായ വിലയ്ക്കുള്ള വണ്ടികളായിരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ വിഷ്ണുസ്തുതി, നമസ്കാരം. പുതിയ ഷോപ്പിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സെയിൽസൊക്കെ എങ്ങനെയുണ്ട്? സെയിൽസ് കുഴപ്പമില്ല. വിപുലപ്പെടുത്താൻ വേണ്ടി നമുക്കിപ്പം ഷോറൂമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ പണി കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത മാസത്തേക്ക് ഷോറൂം ആവത്തേ ഉള്ളൂ. ഇപ്പോൾ യൂസുകാരൻ്റെ ഷോറൂം വണ്ടിയുടെ ഇതിപ്പം പുതിയ വണ്ടിയുടെ ഷോറൂമാണ്. തൽക്കാലം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം സെയിൽ വീട്ട് നടക്കുക. ഇപ്പം 1-2 വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് യാർഡുണ്ട്. ബാക്കി വണ്ടി യാർഡിൽ കിടക്കും. നമുക്ക് അതുകൊണ്ട് വീഡിയോ വേണം ചെയ്യാം. ഇതിനു മുമ്പ് നിന്റെ വീഡിയോസ് കാണാൻ നേരത്ത് ആൾക്കാർ തന്നെ നിന്നെ ഓരോന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ടല്ലോ. പ്രൈസിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ. അതെ. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. കേട്ടില്ല, അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. തീർച്ചയായിട്ടും. കാര്യം അത്രയും വലിയൊരു രാത്രി ഫോൺ എടുത്തോണ്ടിരുന്ന വിഷ്ണുസുതി ഇനി ഓർഡേഴ്സിന് വേണ്ടി കാര്യം അത്രയും വലിയൊരു പ്രൈസ് ഗ്യാപ്പ് വരുന്നില്ല. നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റ്. കാര്യം ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പം വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷനിലാണ് വണ്ടി വിൽക്കുന്നത്. വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വണ്ടി എടുത്ത് പ്രസന്റ് കണ്ടീഷൻ ഷോറൂം വൃത്തിയാക്കി കൊടുക്കും. അതൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം കിടക്കുന്ന വണ്ടികൾ അറിയാലോ, റോഡ് പണി കിടക്കുന്നുണ്ട്. റോഡ് സൈഡാണ്, എല്ലാം പൊടിയടിച്ച് കിടക്കുവാണ്. ഈ ഒരു പ്രസന്റ് ഇത് നോക്കണ്ട, വണ്ടി വൃത്തിയാക്കി തരത്തുള്ളൂ. പിന്നെ മെക്കാനിക്കലുള്ള വർക്കൊന്നും നമ്മൾ ചെയ്യത്തില്ല. പിന്നെ വലിയൊരു മാർജിൻ നമ്മൾ നോക്കുന്നില്ല. അതിനനുസരിച്ച് പ്രൈസ് ഉള്ള ഒരു മാന്യമായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളത് കണ്ടിട്ട് നമ്മൾ പറയും മാന്യമായ റേറ്റ് ആണോ അല്ലയോ, അതോ ഇനിയും രാത്രി തെറി കേൾക്കണോ, ഇതൊക്കെ നമ്മൾ ഇതിന്റെ അവസാനം പറയും. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് കിഡാണ് ഫസ്റ്റ്. നമുക്ക് കിഡിൽ തന്നെ തുടങ്ങാം. മാരുതി ഇപ്പം മാരുതി വണ്ടിയെന്നല്ല, എല്ലാ ടൈപ്പ് വണ്ടികളും നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് 2016 മോഡൽ കിഡാണ്. RXT AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവറുണ്ടോ, 2 പവറിൻ്റെ വരുന്ന മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 53,000 കിലോമീറ്റർ. 53,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തിരിക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിനകത്ത് നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി കാണുന്ന സ്ക്രാച്ചസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അത് വർക്ക് ചെയ്യൂ? മെക്കാനിക്കലി വർക്കൊന്നുമില്ല, പെയിന്റ് വർക്കൊന്നുമില്ല. സർവീസ് മാത്രമേ ഉള്ളൂ. വർക്ക് ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പുറത്ത് ആ ബിൽഡിംഗ് ഷോറൂം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മാറും. ഓക്കെ, എന്ന് വരും അത്? അപ്പോൾ അടുത്ത മാസത്തേക്കാണ് ഓപ്പണിംഗ് പറഞ്ഞേക്കുന്നത്. ഡിസംബറിലേക്കാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഡിസംബറിൽ വീഡിയോ കിട്ടിയ ആൾക്കാർ വന്ന് പള്ളമുക്കിൽ തന്നെ അതന്നെ ആൾക്കാരൊക്കെ വന്ന് എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കൊക്കെ ആവും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിനെ ചോദിക്കുന്ന വില? എങ്ങനെയാണ് ഇത്? നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്ന 1.85 ആണ്. 1.85 2016 മോഡൽ. വിലയിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? പ്രൈസ് നോക്കാം, തീർച്ചയായിട്ടും മാറ്റം. ഫിനാൻസ് കിട്ടുന്ന മോഡലാണ്. ഇത് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. 2021 ബലെനോ ആണ്. ഡെൽറ്റ സെക്കൻഡ് വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ. 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനകത്ത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ അത് വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിലവിൽ. ഇല്ല. ഓക്കെ, അപ്പോൾ വാറണ്ടി പ്രതീക്ഷിക്കേണ്ട. വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നല്ലേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിപ്പം കിയുടെ വണ്ടി ചിലപ്പോൾ വാറണ്ടികൾ കാണുമായിരിക്കും. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. വണ്ടി ഇത് മോഡലുള്ള വണ്ടിയല്ലേ? ഇത് മോഡലുള്ള വണ്ടിയും കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ വൃത്തിയാണ് യൂസ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല. ഇതും സിംഗിൾ ഓണർ വണ്ടി തന്നെ.
കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തന്നെ തരുന്നു. ഓക്കെ, അപ്പോൾ വേറെ അപാകതകളൊന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് പ്രൈസ് 590. 590. അതിനകത്ത് 5 രൂപ ലോൺ കിട്ടും. ഈ 590 എന്തെങ്കിലും മാറ്റം വരുമോ? നോക്കാം, ഉണ്ടാവും. വണ്ടി വന്ന് നോക്കിട്ട് മതി. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന വില കിട്ടത്തില്ല, നമുക്കും അറിയാമല്ലോ. ഓക്കെ, നോക്കാം. ഇത് 2014 മോഡൽ ഇയോൺ ആണ്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. ഇതിനകത്ത് സ്ക്രാച്ച് 58,000 കിലോമീറ്റർ, 59. ബോണ്ടറി ഇങ്ങനെ ബമ്പറിലൊക്കെ ആയിട്ട് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. പിന്നെ വണ്ടി കഴുവാത്തതിന്റെ കണ്ടീഷനാണ്, അതൊന്നും ചെയ്തിട്ടില്ല. ഈ 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ വെച്ചാണ് ചെയ്തത്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, വലിയ വൃത്തികേടായിട്ടില്ല. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. സീറ്റൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കീറി പറഞ്ഞൊന്നും ഇരിപ്പില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് 1.5 റീപ്ലേസ് ആയിട്ട് എന്തുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ കാണുന്ന ഈ സ്ക്രാച്ചസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വർക്ക് ചെയ്തില്ല. പ്രസന്റ് കണ്ടീഷനാണ്. ഈ കിടക്കുന്ന കണ്ടീഷൻ തന്നെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇതെന്താ സ്റ്റിക്കറാണ്. സ്റ്റിക്കറിന്റെ അതിന്റെ സൈഡിൽ സ്ക്രാച്ച വാരിയുള്ള സ്റ്റിക്കർ ഡിസൈൻ്റെ. എത്ര ഇത് ഇളയി പോയിന്റ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 1.5. ഇതും ഈ പറഞ്ഞ നമുക്ക് 2014 മോഡലാണ്. ഇപ്പം 1 രൂപ ലോൺ കിട്ടുകയെന്നുണ്ടെങ്കിൽ 4 വർഷമൊക്കെ ലോൺ കിട്ടും. 1 രൂപ ലോൺ കിട്ടും, സുഖമായിട്ട് കിട്ടും. ഇത് 2014 ഡിസൈർ ആണ്. 14 മോഡൽ ഡിസൈർ VXA ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പുത്തൻ ടയറാണെന്ന് തോന്നുന്നു. ടയറൊക്കെ കൊള്ളാം. ബാക്ക് ടയർ ആവറേജ്. ഫ്രണ്ട് 78,000 കിലോമീറ്റർ, 78,936 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ. ഇത് കുറച്ച് നീറ്റ്ലി യൂസ് ചെയ്ത വണ്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് തന്ന ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തന്നെ കേട്ടോ. ഓക്കെ, അത് കാണാനുണ്ട്. വണ്ടി വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ടയർ ആവറേജ് ടയറാണ് ബാക്കിൽ കിടക്കുന്നത്. ഫ്രണ്ട് ടയർ അത്യാവശ്യം പുതിയ ടയറാണ് കിടക്കുന്നത്. നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് 345. 345. VXI ആണ്. ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് ആണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവറിൻ്റെ മാത്രം. പിന്നെ VXയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. 2 പവറിൻ്റെ ബാക്കിലത് വരുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണെങ്കിലും റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അഡീഷണൽ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 23,000 കിലോമീറ്റർ. അത്ര 23,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ജെന്യൂൻ ആണേ. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററി എല്ലാം ഉള്ളോ? ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ടയർ തന്നെ. അപ്പം കമ്പനി ഇത് തന്നെ. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വണ്ടി ഓരോ കൊള്ളാം. വേറെ സ്ക്രാച്ച് അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇല്ല, നീറ്റ് വണ്ടിയാണ്. നീറ്റാണ് വണ്ടി. ഫോഗ്ലാമ്പൊന്നും ഇലക്ട്രിക് ഫോഗ്ലാമ്പൊന്നും വരുന്നതല്ല. ഇതെല്ലാം അഡീഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. ചെയ്താ ഇതില്ല അഡീഷൻ. ഇത് നമ്മൾ ഇത് കഴിയിട്ട് പോലും ഇല്ല. അഡീഷൻ കിടക്കുന്ന കണ്ടീഷനാണ്. വണ്ടി നീറ്റാണ്, നല്ല ആളുടെ. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോൾ 465 ആകുമ്പോൾ പ്രൈസ് ഇട്ടേക്കുന്നത്. അതിൽ ചെറിയ ഡിസ്കൗണ്ട് വരും. ഫിനാൻസും കാര്യങ്ങളും കിട്ടുന്നതാണ്. 4 രൂപ അടുപ്പിച്ച് എന്തായാലും ഫിനാൻസ് കിട്ടും. ഇത് 2016 മോഡൽ ഹോണ്ട സിറ്റി ആണ്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ. പെട്രോളാണ്. പിന്നെ അത് പിന്നെ റീപ്ലേസ് ഉണ്ട്. 2 ഡോർ റീപ്ലേസ് ആട്ടോ. ഈ 2 ഡോർ റീപ്ലേസ്. 2 ഡോറും ഈ ഗ്ലാസും റീപ്ലേസ് ആണ്. ഫ്രണ്ടിലോട്ടും തട്ട് വന്നിട്ടില്ല. ഇല്ല, മേലെ അങ്ങോട്ടൊന്നുമില്ല. ഈ 2 ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ, 53,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെ. കിലോമീറ്ററിലെ ജെന്യൂൻ ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. പക്ഷെ പോരായ്മ എന്ന് പറയുന്നത് ബാക്ക് സൈഡുമായിട്ട് ഡോറ് പോയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഷോറൂമിൽ തന്നെ അല്ലേ മാറിയേ? ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. വേറെ ഭാഗങ്ങളിൽ എന്തെങ്കിലും പെയിന്റിംഗ് വർക്ക് ഉണ്ട്. ഇവിടെ വെച്ച് പെയിന്റ് ചെയ്യേണ്ടി വരും. ഇവിടെ റണ്ണിംഗ് ബോർഡ് ചെറിയ ഇതുണ്ട്. ഇവിടെ ഉണ്ട് ചെറിയ സ്ക്രാച്ച്. അപ്പുറത്തെ റണ്ണിംഗ് ബോർഡാണ് ചെറിയ. ഓക്കെ, എത്ര ചോദ്യം? ഇത് 5 ലക്ഷം രൂപയാണ് ചോദ്യം. ഈ 2 പാച്ച് വർക്ക് ഉണ്ടായിട്ട് നിങ്ങൾ 5 ചോദിക്കുന്നു. ഇത് ആ 2 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 5-5.5 രൂപയോളം വിലയുള്ള വണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് 5 ഇട്ടേക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഇതുണ്ട്. ഓക്കെ, ഇത് പെയിന്റ് ചെയ്യണം. നമ്മൾ ഈ പ്രസന്റ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ നിലവിൽ പെയിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഇത് എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന ആൾ തന്നെ പെയിന്റ് ചെയ്യേണ്ടി വരും. ആ രീതി വണ്ടി നിൽക്കുകയാണ്. എത്ര ചോദിക്കുന്ന? 5 ലക്ഷം രൂപയാണ്. അതിൽ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. 4.5-4 രൂപയോളം ഫിനാൻസ് കിട്ടും. ഇത് മൈലേജ് ഒരു 13-14 ആ റേഞ്ച് മാക്സിമം. 14 റേഞ്ച് നോക്കിയാൽ മതി. ടോപ്പ് ഓപ്പൺ ആണോ? ഇത് സൺറൂഫ് വരുന്ന മോഡലാണ്. പറയണ്ടേ? സൺറൂഫ് വരുന്ന മോഡൽ കണ്ടതുകൊണ്ടല്ലേ പറഞ്ഞ. സൺറൂഫ് വി എന്നുള്ള വേരിയൻ്റ് സൺറൂഫ് വരുന്ന. 2024 മോഡലാണ്. ഇഗ്നിസ് ബേസ് മോഡലാണ്. സിഗ്മയാണ് ബേസ് മോഡൽ. ഇതാകുമ്പം 19,000 കിലോമീറ്റർ.
19 കിലോമീറ്റർ. ഈ പുത്തൻ വണ്ടിയാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയർ, ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ സീറ്റ് കവർ ആയിട്ട് വന്നിട്ടില്ല. സീറ്റ് കവർ വരത്തില്ലല്ലോ, ബേസ് അല്ലേ, ബേസ് വേരിയന്റാണ്. സീറ്റ് കവർ വരത്തില്ല. സ്റ്റീരിയോ ആണെങ്കിലും കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്നത് കേട്ടോ അത്. ഓക്കെ, വണ്ടിക്കകമൊക്കെ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ ഉണ്ടോ, പിന്നെ സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS എല്ലാം വരുന്ന മോഡലാണ്. എയർ ബാഗ് 1 2 എയർ ബാഗ് 2 എയർ ബാഗ് 2 ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടയേഴ്സ്. പിന്നെ ഈ ഒരു കണ്ടീഷൻ നോക്കണ്ട, ഇന്ത്യയിൽ വാഷിംഗ് സർവീസ് എല്ലാം നമ്മൾ ചെയ്യും. അത് ചെയ്യും. ഈ സ്ക്രാച്ചസും മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യാതെ. ഇതിനു വേണ്ടി സ്ക്രാച്ച് കണ്ടില്ല. ഇതിനകത്ത് വേറെ വർക്കൊന്നും ഇല്ല, വേറെ വലിയ കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി. പെൻഡിങ് വർക്കൊന്നും വരാറൊന്നുമില്ല. അതിന് ആ ഓടിയില്ലല്ലോ അത്. 27 മോഡലാണ്, 19,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 5 ലക്ഷം രൂപ. 5 ലക്ഷം. 5 ലക്ഷം രൂപ. അതിനകത്തും ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാകുമ്പോൾ 4 രൂപയോളം 3.25-4 രൂപയോളം ലോണും കിട്ടും. ഇത് 2017 മോഡലാണ്. 17 മോഡൽ ഇറ പ്ലസ്, ഇയോൺ ഇറ പ്ലസ്. പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ ഉണ്ടോ, സെൻട്രലോ കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിയുള്ള നല്ല വണ്ടിയാണ്. പിന്നെ അത് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളുണ്ട് ബോഡിയിൽ. അല്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടിക്ക് വൃത്തിയുണ്ടല്ലേ? സീറ്റ് കവറും ചെയ്തിട്ടില്ല കേട്ടോ. കമ്പനി സീറ്റ് തന്നെയാണോ? കമ്പനി സീറ്റ് തന്നെ അത്. ഓക്കെ, ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വലിയ സ്ക്രാച്ച് ആകുമ്പോഴത്തേക്കും ചെറിയ ഈ അഴുക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടുമല്ലോ. വലിയ സ്ക്രാച്ചും ഇല്ല. എത്ര ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയ പരിപാടിയുണ്ട്. അല്ലാത്ത പക്ഷം വലിയ അപാകതകളൊന്നും കണ്ടില്ല. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് വരുമ്പോൾ 2.5 പ്രൈസ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമുക്കൊരു 60 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. 60 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2014 മോഡൽ വീഡിയാണ്, ഡിസൈർ വീഡിയോ. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ഡീസലാണ്. ഇത് സെക്കൻഡ് ഓപ്ഷൻ, ഇതാണ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല, ചെറിയൊരു ബോഡി പെയിന്റിംഗ് വർക്കൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇത്ര ഓടിയെങ്കിലും വണ്ടി കൊള്ളാം, കാണാനേ കൊള്ളാം. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ടയർ ഇച്ചിരി ആവറേജ് ആണ്, അതെങ്കിലും മാറിക്കൊടുക്കൂ. ഇപ്പം കണ്ടയിൽ വെച്ച് ഈ ഒരു ടയർ മോശമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ വില പറയുമ്പോൾ പ്രൈസ് നമുക്ക് നോക്കാം. പ്രൈസ് പറയുന്ന വില കിട്ടത്തില്ല, നമുക്കും അറിയാമല്ലോ. നമുക്ക് നോക്കാം പ്രൈസും കാര്യങ്ങളൊക്കെ. വിളിച്ച് ചോദിക്കണോ എന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രൈസ് അനുകൂലമായിരിക്കണം. മനസ്സിലായി. അപ്പം എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് 370 370 പ്രൈസ് ഇട്ടേക്കുന്നത്. ഡീസൽ വണ്ടിയല്ലേ, 370 വലിയൊരു മാർജിൻ വരുന്നില്ല. അതാ പറഞ്ഞേ, ഇപ്പം ഇത് കാണുന്ന ഒരാൾക്ക് ഇപ്പൊ ജനങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം. അപ്പം പുള്ളിക്കാരന്മാർക്ക് ഇപ്പൊ ഈ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഈ വണ്ടി എടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന വില അവർക്ക് വില ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലാവും. നിങ്ങൾ എത്ര വരെ താക്കൂന്നൊക്കെ കാണുന്നവർക്ക് അറിയാം, മനസ്സിലായി. അപ്പൊ പിന്നെ അവര് പറയും 30,000 കൂട്ടിയിട്ടൊക്കെ 40,000 കൂട്ടിയിട്ടൊക്കെ. നിലവിൽ നമുക്ക് ഷോറൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ 35,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്കൊരു നമ്മൾ എടുത്ത വിലയിൽ നിന്ന് ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ കസ്റ്റമർക്കാണെങ്കിൽ പോലും കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഡീലേഴ്സില്ല. ഡീലർമാരാണ് കൂടുതൽ വണ്ടി എടുക്കുന്നത്. ഡീലർമാർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർജിൻ അറിയാവേ. അപ്പം ഈ കസ്റ്റമർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പ്രൈസിനകത്ത് കസ്റ്റമർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ്. കാര്യം ഒരു വലിയ പ്രോഫിറ്റ് നോക്കുന്നില്ല. ഒരു 5 രൂപ അല്ലെ 10 രൂപ, മാക്സിമം 10 രൂപ, അതിൽ കൂടുതൽ പ്രോഫിറ്റ് നമ്മളിപ്പോൾ നോക്കുന്നില്ല. വിറ്റ് തീർക്കുക, പുതിയ ഷോറൂമായിട്ട് ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഒരു കസ്റ്റമർ നമുക്ക് ഒരു എൻക്വയറി വരണമെന്നുണ്ടെങ്കിൽ വാക്കിൻ കസ്റ്റമർ വന്നാലേ നടക്കത്തുള്ളൂ. അല്ല ഫോണിൽ വിളിച്ചുകൊണ്ട് മാത്രമല്ല. ഫോണിൽ വിളിക്കുന്ന മിക്കവാറും ഫോട്ടോ ഇട്ടുക, അതവിടെ തീരും. ചിലപ്പോൾ അവരെ കുറ്റം പറയുമല്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരെയുള്ള കസ്റ്റമർ ആയിരിക്കും, ഒരാളെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. അവർക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വേറെ കാര്യം പറഞ്ഞത്, ഇപ്പം ഞാൻ ഇത്രയും നോക്കി വന്നിട്ട് പോലും ഞാൻ വിട്ടുപോയൊരു കാര്യം. പക്ഷെ നമ്മളിവിടെ നിന്നപ്പോൾ ഞാൻ കണ്ടത് ഇവിടെ പൊട്ടിയിരിപ്പുണ്ട്. ഇതിപ്പോൾ നിലവിലേക്ക് ഇതൊക്കെ പ്രസന്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്നു, ഞാൻ നല്ലപോലെ കാണിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പൊ ഈ കാണാൻ പോയ കാര്യം പോലെ ഒരുപാട് ഞാൻ പറഞ്ഞത്, ബാക്കിന് നമുക്കൊരു കസ്റ്റമർ വരുവാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടീഷൻ നമുക്കിപ്പോൾ ഒരു വണ്ടി മൊത്തത്തിൽ ഫുൾ, ഇതിപ്പം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതും നമ്മളെ കസ്റ്റമറെ കാണിക്കുന്നതും രണ്ട് വ്യത്യാസം വരുമല്ലോ. അതാ പറയുന്നത്, നമുക്കൊരു വാക്കിൻ കസ്റ്റമർ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണിച്ച് നമുക്ക് ചെയ്യാം. 2015 മോഡൽ, 2015 മോഡൽ i20 ആസ്തയാണ്. ആസ്ത ഓപ്ഷണൽ ടോപ്പാണ്, അതിന്റെ ജസ്റ്റ് താഴെ വരുന്ന മോഡൽ ആസ്ത. ഓണർഷിപ്പ് എത്ര? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 49,000 കിലോമീറ്റർ. 49,000 48,084 കിലോമീറ്റർ. ഏകദേശം 49 അടുത്തായി. ഇതിനകത്ത് ഈ ഡോർ റീപ്ലേസ് ആട്ടോ. ഡ്രൈവർ സൈഡ്, ഈ ഡ്രൈവർ സൈഡ് ഡോർ റീപ്ലേസ് ആണ്. ആ ഡോർ റീപ്ലേസ് ആണ്. ഈ ഡോർ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണാം.
ഈ ഡോർ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതേ ഉള്ളൂ, അതിനകത്തല്ല വേറെ ഇതൊന്നുമില്ല, ഇടിയൊന്നുമല്ല. ഗേറ്റിൽ ഉറഞ്ഞ് അല്ല അത് ഇത് അപ്പോൾ ബാക്ക് അല്ല അത് ഇതൊന്നും ഇല്ലല്ലോ, ഇതൊന്നും റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, വേറെ റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് AC വരുന്ന മോഡലാണ്. ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പെട്രോളാണ് വണ്ടി. അല്ലാത്ത പക്ഷം കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, എല്ലാം കൊള്ളാം. പെയിൻറ്റ് വലുതായിട്ട് പോയിട്ടില്ല. അതാണ് ഇവിടെ ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. അതിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ടയറും എല്ലാം കിടപ്പുണ്ട്, നല്ല ടയറാണ്. ടയേഴ്സ് കൊള്ളാം, ടയേഴ്സ് എല്ലാം ഉണ്ട്. നല്ലൊരു പുഷ് ബട്ടൺ ഒന്നും അല്ലല്ലോ? അത് പറയണ്ടേ? അവസ്ഥയാണ്. ഓക്കെ, വണ്ടിക്ക് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോറ് മാറി. ഓക്കെ, എത്ര ചോദ്യം? പ്രൈസ് വരുന്നത് 355. 280, 250 നമുക്ക് ലോൺ കിട്ടും. 2015 ആയതുകൊണ്ട് എന്നാലും 4 വർഷം ലോൺ കിട്ടും കേട്ടോ. 4 വർഷം ലോൺ കിട്ടും. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? ഒരു 70 രൂപ, 65 രൂപ, 70 രൂപ നമുക്ക് ലോൺ ചെയ്യാം. 2019 ഫോർഡ് ആസ്പെയർ മോഡലാണേ. ഫോർഡിൻ്റെ 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഇപ്പം നമ്മൾ നിലവിൽ കിടക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി ഇതാണ്. 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ ആ നേരത്തെ കാണിച്ച 20-29 ഉള്ള സ്വിഫ്റ്റാ? ഇല്ലെന്ന് പറഞ്ഞില്ല, വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കസ്റ്റമർ വണ്ടി വന്ന് നോക്കട്ടെ. അപ്പോൾ മറ്റൊന്നും കണ്ടീഷൻ അല്ലെന്നല്ല പറഞ്ഞു. ഇപ്പോൾ കിടക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ ടോപ്പൻ വേരിയൻ്റ്, ടൈറ്റാനിയം ടോപ്പൻ വേരിയൻറ്റ്, ABS, എയർ ബാഗ് ഇതെല്ലാം വരുന്നത്. സീറ്റ് കവർ ആണെങ്കിൽ എല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. ഡീസലല്ലേ? പെട്രോൾ. കസ്റ്റമർ ഡാഷ് കാമും കാര്യങ്ങളെല്ലാം കസ്റ്റമർ അഡീഷണൽ ചെയ്തേക്കുന്നത്. കൊള്ളാം, വൃത്തിയുണ്ട് കാണാനും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പാച്ച് വർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ടയർ പുതിയ ടയറാണ്. ഇത് ടയർ മാറിയിട്ട് 200 കിലോമീറ്റർ മാത്രമേ കസ്റ്റമർ ഓടിയിട്ടുള്ളൂ. 4 ടയറാണോ അതോ ബാക്ക് ടയറാണോ? ഫുൾ ടയർ മാറിയതാണ്. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാണ്. സ്ക്രാച്ച് പോലും കാണുന്നില്ല. ഈ ബമ്പർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർണർ പെയിന്റ് ചെയ്തത് ഈ ഒരു കോർണർ. ഓക്കെ, എത്ര ഒന്നുമില്ല ചോദ്യം? ഇത് പ്രൈസ് 4 ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. 4 ലക്ഷം. പിന്നെ ഫിനാൻസ് അറിയാലോ, ഫോർഡിൻ്റെതായതുകൊണ്ട് ഫണ്ടിങ് കിട്ടത്തില്ല. നല്ല ഫണ്ടിങ് കുറവായിരിക്കും കിട്ടുന്നത്. ഇതിലെനിക്ക് 50% പകുതിയോളമൊക്കെ ലോൺ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം നമുക്ക്. ഇതും 2014 മോഡൽ ഡിസൈർ തന്നെയാണ്, പെട്രോൾ വണ്ടി. 66,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 66,000. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ റീപ്ലേസ് വണ്ടിയൊക്കെ എവിടെ പോയി? നിങ്ങളെ ആരെങ്കിലും വരുന്ന വണ്ടി ഇല്ലാതാണ് പ്രശ്നം. അല്ല, സാധാരണ പറയുമ്പോൾ ആരെങ്കിലും ഹോണ്ട സിറ്റിക്കകത്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഹോണ്ട സിറ്റി i20 പറഞ്ഞില്ല. പിന്നെ വണ്ടി ഇല്ലാത്ത വണ്ടിക്കകത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. അത് ന്യായം. കൊള്ളാം, വണ്ടി കൊള്ളാം, വൃത്തിയായിട്ട് നല്ല വണ്ടിയാണ്. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം. 2014 മോഡൽ VXA ആണ് വണ്ടി. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വേറെ ഇല്ലല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ടയറും കിടപ്പുണ്ട്. ടയർ ബാക്കിലത്തെ എല്ലാം പുത്തൻ ടയർ കിടപ്പുണ്ട്. റീപെയിന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 335. VXI ആണല്ലേ? VXA 335. ഒരു 50 രൂപ ഇറക്കാവോ? 50 രൂപ വരെ, 60 രൂപ, 65 രൂപ കൊണ്ടുവന്നാൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. 2011 മോഡൽ i10 മാഗ്നയാണ്. ഇത് പിന്നെ 2011 അടുത്ത വർഷം 6 മാസം ടെസ്റ്റ് വരും. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓൺ വണ്ടി. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഇപ്പം ഫുൾ സർവീസും കാര്യങ്ങളും ചെയ്തിട്ടാണ് കസ്റ്റമർ തന്നത്. വണ്ടി കാണുമ്പോൾ അത് ഈ വീഡിയോയിലെല്ലാം നമുക്ക് അല്ലാതെ കാണുമ്പോൾ പ്രസന്റ് ചെയ്യും. നമ്മൾ നേരിട്ട് വണ്ടി കാണുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും. വീഡിയോയിൽ എന്താണ് ക്വാളിറ്റി അല്ലേ കാണുന്നത്? വീഡിയോ ക്വാളിറ്റി നല്ല, ചിലവർക്ക് സംശയം വരും. 46,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ സംശയം വരും. അതുകൊണ്ട് പറഞ്ഞത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എഞ്ചിൻ റൂം നോക്കുക. വരുന്നത് ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി കൊള്ളാം, കണ്ടീഷൻ വണ്ടിയാണ്. സ്ക്രാച്ച് അങ്ങനെ പിന്നെ ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല. 2011 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടത്തില്ല. റെഡി ക്യാഷ്. അപ്പോൾ എത്ര ചോദ്യം? ഇത് 145. ഇതിപ്പം ഓയിലടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വണ്ടി കാണുമ്പം ഞാൻ ഈ വണ്ടി കണ്ടിട്ട് എന്ത് കുറ്റം പറഞ്ഞാലും സമ്മതിച്ചു തരാം. അത് നിങ്ങൾ പറയുന്ന ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് തരാം. വെറുതെ പറയുന്നതല്ല, വന്ന് കാണുന്നത്. വെറുതെ പറയുന്നതല്ല. വന്ന് നോക്ക്, വണ്ടി വന്ന് നോക്ക്, ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, 145. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. ലോൺ കിട്ടത്തില്ല എന്നുള്ള വണ്ടി കൊള്ളാം, നല്ല പക്ക. ഈ ഒരു ഇതുണ്ട്, ഇതൊന്നും ഇതിനകത്ത് പറയാനില്ല. ചെറിയൊരു മെക്കാനിക്കലി വേറെ വർക്കൊന്നുമില്ല. ഞാൻ ഗ്യാരണ്ടി വണ്ടിയാണ് ആണല്ലേ? സുധി എന്ന വ്യക്തിയെ കണ്ടു വേണമെങ്കിൽ എടുക്കാം. 2014 മോഡൽ ഇയോൺ ആണ്. ഇയോൺ ഇറ പ്ലസ്. ഓണർഷിപ്പും സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ 113 ഓടിയിട്ടുണ്ട് കേട്ടോ. കിലോമീറ്റർ താണ്ടി 113 ഓടിയിട്ടുണ്ട്. 2015 മോഡലേ.
ഇത് വണ്ടി നീറ്റാണ്. പിന്നെ ചെറിയ മെക്കാനിക്കലി വർക്ക് ഇതിനകത്തുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇത് റണ്ണിങ്ങിൽ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷേ വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നീറ്റാണ് വണ്ടി. അലോയ്സും കാര്യങ്ങളും കസ്റ്റമർ അഡീഷൻ ചെയ്യുന്ന കേട്ടോ. അലോയ്സ് അല്ല, നല്ലൊരു അലോയ്സ് ഉണ്ട്. അതിനൊത്ത ടയർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ജോലിയുണ്ട്. മെക്കാനിക്കലി ചെറിയ വർക്ക് ചെയ്യേണ്ടി വരും, അതേ ഉള്ളൂ. വണ്ടി നീറ്റാണ്. വലിയ മേജറായിട്ട് വലിയൊരു പെയിന്റിംഗ് വർക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല. ബാക്ക് ബമ്പർ ഒന്ന് ക്ലിയർ ചെയ്യണം. അല്ല, ഈ കിടക്കുന്ന അല്ല കിടന്നാലും വലിയ പ്രശ്നമായിട്ടുള്ള അടിച്ചേ വരത്തുള്ളൂ, ഫുള്ളായിട്ട് അടിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞതാണ്. സീറ്റ് കവറും കാര്യങ്ങളും ക്വാളിറ്റിയാണ്. ഇന്ത്യയിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി സർവീസ് ചെയ്തെടുക്കുമ്പോൾ വണ്ടി വൃത്തിയാവും. നീറ്റാണ്, അത് കുഴപ്പമില്ല. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇതൊന്നും പ്രൈസ് വരുമ്പോഴേ 1.5 ആണ്. 1.5. 2015 മോഡലേ. 15. 1.5 അതിനകത്ത് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരും. ഉടനെ ടയർ മാറണ്ട. ടയർ കിടപ്പുണ്ട്. അലോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വണ്ടി ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി. ടയർ സൈസ് വലുതാണ്, പുറത്തോട്ട് അലോയ്സ് വരുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്തേക്കല്ലേ? വ്യത്യാസമുണ്ട്. സാധാ ടയറല്ല, ബലൂൺ ടയർ ചെറിയൊരു 1.5 രൂപ. 1.5 ഫിനാൻസ് കിട്ടുന്ന 15 വണ്ടിയല്ലേ, 4 വർഷം എന്തായാലും കിട്ടും. 2018 മോഡൽ ഇയോൺ ആണ്. ഇയോൺ ഇറയാണേ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ 37,000 കിലോമീറ്റർ. ടയർ അത്യാവശ്യം ഉണ്ട്. 37,667 കിലോമീറ്റർ. ഓക്കെ. ഇതിന് അത്യാവശ്യം നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. വണ്ടിക്കകവും കാണാൻ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ഹുണ്ടായുടെ വണ്ടിയുടെ അവകാശമാണല്ലോ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡൊക്കെ കൊള്ളാം. ഇത് കിലോമീറ്റർ 37,662. അത് ജെനുവിൻ അല്ലേ? കിലോമീറ്റർ ജെനുവിനാണ്. വണ്ടി ഓടിച്ചു, വണ്ടി നോക്കി, വണ്ടി കണ്ടീഷൻ വണ്ടി കുഴപ്പമില്ല. അഴുക്ക് അത് അതൊക്കെ നമുക്ക് വൃത്തിയാക്കി തരാം. അഴുക്ക് പോകുന്നോ. ടയർ അത്യാവശ്യം ആവറേജ് ആണ്. 36,000 കിലോമീറ്റർ കമ്പനി ടയർ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതാ പറഞ്ഞു, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഈ ടയറിൻ്റെ ഇത് നോക്കാൻ പറയുമ്പോഴേ ചെളി കിടക്കുന്നുണ്ട്, വലുതായിട്ട് അറിയാൻ പറ്റുന്നില്ല. കമ്പനി ടയർ തന്നെ കിടക്കുന്നത്. കമ്പനി ടയറാണ്. ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം ഉണ്ടാവും. അപ്പോൾ എത്ര ചോദ്യം? ഇതപ്പോൾ പ്രൈസ് വരുമ്പോൾ 245. അത് 245 2018 മോഡൽ. 18 മോഡൽ 245. ഇത് 2 രൂപയോളം ലോൺ കിട്ടും. 2 രൂപ, ഒരു 1.80, 2 രൂപ ആ റേഞ്ചിനകത്ത് വെച്ച് ലോൺ കിട്ടും. ബാക്കി നമുക്ക് 2018 5 വർഷം ലോൺ കിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പം നിങ്ങളൊരു നമ്മളിപ്പോൾ പറയുമ്പം ഒരു ഷോപ്പിൽ പോയി ഒരു വണ്ടി എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ളവരുടെ നിന്നൊക്കെ മേടിച്ചിട്ട് മറ്റുള്ള ഷോപ്പുകാർ വാങ്ങിച്ച് കുറച്ചും കൂടി ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കച്ചവടം ചെയ്യുന്നത്. ചിലപ്പോൾ അവർ കുറച്ചുകൂടി വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ മോശം പറഞ്ഞ വണ്ടികളെ, പക്ഷേ അല്ലാത്ത പക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന് ഈ കടക്കാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ലാഭത്തിന് എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിലും ഉപരി ആ കണ്ട ഐട്ടണ്ണും ആ ഫോർഡിൻ്റെ വണ്ടിയും അത് രണ്ടും കിടിലൻ വണ്ടികളായിരുന്നു. പിന്നുള്ള വണ്ടികൾ കൊള്ളാം. 2 വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് പറഞ്ഞു. പിന്നെ ഈ അവസാനം കാണിച്ച 2 ഇയോൺ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ലാസ്റ്റത്തെ ഇയോൺ കുഴപ്പമില്ല, പക്ഷേ ബ്ലൂ ഇയോൺ കാണിച്ചാൽ അത്ര അങ്ങോട്ട് പോരാ. പക്ഷേ അല്ലാതെ കാണിച്ച വണ്ടികൾ ഈ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷേ അല്ലാതെ പറയുകയാണെങ്കിൽ വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. അതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 വണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഐ10ഉം ഫോർഡും. അത് രണ്ടും കണ്ണും പൂട്ടി വന്ന് എടുക്കുക കേട്ടോ, അത്ര അടിപൊളി വണ്ടിയാണ്. ബാക്കിയുള്ള വണ്ടികൾ അയ്യോ ഇതും ചെക്ക് ചെയ്യണം, പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ അവസാനിപ്പിക്കണം. പാടുന്നത് നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.